മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വലിയ സന്തോഷത്തോടും ഹൃദയം നിറയെ നന്ദിയോടും കൂടിയാണ് നമ്മൾ ഈ പ്രഭാതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവം എത്രയോ വലിയ കരുണ നമ്മളോട് കാണിച്ചിരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ ആയുസ് നമുക്ക് നീട്ടി തന്നിരിക്കുന്നു. നാളെ നമ്മൾ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ അത് കഴിഞ്ഞുപോയി. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഇന്ന് അതിൽ നന്നായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ഒരു ദിവസം ദൈവം വാസ്തവത്തിൽ എത്രയോ കരുണയും സ്നേഹവുമാണ് കാണിക്കുന്നത്. എത്രയോ പേർ കഴിഞ്ഞ രാത്രിയിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. എത്രയോ പേർ ആകസ്മികമായി ഈ ലോകത്തോട് വിട പറയുന്നു. നമുക്ക് ദൈവം ആയുസ് നീട്ടിത്തന്നു. അതിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഒരു ദിവസം ഈ പ്രപഞ്ചം മുഴുവനും കാണുവാനും പ്രപഞ്ചത്തിലും അനുഭവങ്ങളിലും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനസ്സിലാക്കുവാനും അതേക്കുറിച്ച് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാനുമുള്ള ദിവസം. അങ്ങനെ ദൈവത്തോടു കൂടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം, ദൈവത്തോടു കൂടി പൂർത്തിയാക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഇന്ന് പ്രത്യേക വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സമർപ്പിതരുടെ മധ്യസ്ഥയാണ്, അമ്മയാണ്. ആ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എല്ലാ സമർപ്പിതരും ദൈവം അവരെ ഭരമേൽപ്പിച്ച കർത്തവ്യങ്ങളോട്, ചുമതലകളോട് വിശ്വസ്തത പുലർത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സമർപ്പിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അത് ശ്രദ്ധാപൂർവം നമുക്ക് കേട്ട് മനസ്സിൽ അത് ധ്യാന വിഷയമാക്കി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവായ ദൈവമേ, പുത്രനിലൂടെ വെളിപ്പെടുന്ന ആ വചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താൽ ശരിയായവ ഉൾക്കൊള്ളുവാനും ധാരാളം ഫലങ്ങൾ 100 മേനി 60 മേനി 30 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളെ അവിടുന്ന് ഒരുക്കണമേ. കാടും പടലും മുൾപ്പടർപ്പും നിറഞ്ഞ, കല്ലുകൾ നിറഞ്ഞ, കഠിനമായ ദുശീലങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയത്തിൽ അവ മുഴുവൻ ആ മാലിന്യങ്ങൾ നീക്കി ആ വചനത്തെ സ്വീകരിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായം അതിൽ 39 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും അവസാനം പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമുക്ക് എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് പിശാചിൻ്റെ പ്രലോഭനം, പരീക്ഷ. യേശു എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ ഉപവാസത്തിന് ശേഷം പിശാച് പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷകളെ അതിജീവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ആ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ജനനം മുതൽ കുരിശുമരണ ഉത്ഥാനം വരെ ആ അരൂപിയാൽ നയിക്കപ്പെടുന്ന അനുഭവമായിരുന്നു. പക്ഷെ യേശു ദൈവപുത്രൻ ആണെങ്കിൽ തന്നെ യേശു പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാവിധ മാനസിക സംഘർഷവും തീവ്രമായ വേദനയും യേശുവിനുണ്ടായി. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് യേശുവിൻ്റെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന. അപ്പം യേശുവിൻ്റെ നിസ്സഹായത അതിൻ്റെ പരമകോടിയിൽ കാണപ്പെടുന്ന രംഗമാണ് ഗത്സമനിലെ പ്രാർത്ഥന. അപ്പോൾ യേശു ഇവിടെ നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് പ്രകടമാണ്. ജീവിച്ചു കൊതി തീരാത്ത പ്രായം, 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനത്തിൻ്റെ കുരിശുമരണം യേശു തൊട്ടു മുമ്പിൽ കാണുകയാണ്. നാളെ കുരിശിലേറ്റപ്പെടുകയാണ്. വാസ്തവത്തിൽ യേശുവിനോടൊപ്പം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരെ കൂട്ടിന് കൊണ്ടുപോവുകയാണ്. പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ പതിവായിരുന്നു എന്നും പോയി ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവസാന അത്താഴ ദിവസം അവസാന അത്താഴം കഴിഞ്ഞിട്ട് യേശു സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ഒലിവ് മലയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കുരിശുമരണം തൊട്ടു മുമ്പിൽ കാണുമ്പോഴും ആർക്കാ പാട്ട് പാടാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ് പറയാൻ ആർക്ക് പറ്റും? യേശു ധൈര്യപൂർവ്വം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഗത്സമൻ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായ മാനുഷികമായ ടെൻഷൻ ഉണ്ടാവുകയാണ്. മരണം തൊട്ടു മുമ്പിൽ നിൽക്കുന്നു, അതും അതിപീഡനം, അപമാനം നിറഞ്ഞ കുരിശുമരണം അത് തൊട്ടു മുമ്പിൽ കാണുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ സുഖമായിട്ട് കിടന്നുറങ്ങുക, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ
ഉറങ്ങുകയാണ്. ഒരു ശക്തിയോ ഒരാശ്വാസമോ പകരേണ്ടവർ അതിന് മുതിരുന്നില്ലെന്ന് മാത്രമല്ല, ഉറങ്ങുന്നു. ഏതൊരു മനുഷ്യൻ്റെ സ്ഥിതി ഇതാണ്. സഹിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ അയാൾ തന്നെ സഹിച്ചേ പറ്റൂ. മരണവും തനിയെ അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആരും നമ്മോടൊപ്പം ഉണ്ടാവില്ല, പക്ഷെ ഒരാളുണ്ടാകും, പിതാവായ ദൈവം. എൻ്റെ വ്യക്തമായ ഉദാഹരണം യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. യേശു വാസ്തവത്തിൽ തൻ്റെ മനസ്സിനെ പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്താൻ യേശു എത്രത്തോളം ഞെരുങ്ങിയെന്ന് ഈ ഗത്സമനിലെ പ്രാർത്ഥനയിൽ നിന്ന് വ്യക്തമാണ്. അത് നമ്മൾ 44-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. സ്വന്തം ഇഷ്ടം, മാനുഷികമായ ഇഷ്ടം പാനപാത്രം ഒഴിവാക്കാനാണ്. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടത്തിനാണ്. അവസാനത്തെ വാക്ക് പിതാവിൻ്റേതായിരിക്കും. അതിന് വഴങ്ങാൻ യേശു തയ്യാറാവുകയാണ്. ഇതുപോലൊരു മാനസിക സംഘർഷമുള്ള ഒരനുഭവം ദൈവം ഒരിക്കലും മനുഷ്യർക്ക് നൽകില്ല. കാരണം അവന് അത് സ്വീകരിക്കാൻ ശക്തിയില്ല. രക്തം വിയർത്ത് ഒഴുകുന്ന തരത്തിലുള്ള മാനസിക സംഘർഷം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സഹനം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കറിയാം, കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ യേശു പെടയുന്ന അനുഭവമാണ്. ദൈവം വെച്ച് നീട്ടിയ സഹനത്തിൻ്റെ മുമ്പിൽ യേശു പെടയുകയാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതാണ് പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ കണ്ടു. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അത് പിതാവായ ദൈവം അയച്ച ദൂതനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ഗത്സമൻ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരും. ഒരുപാട് വേദനയുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. തളർന്നു പോകുന്ന നിമിഷങ്ങൾ, യേശുവിനെ പോലെ ഇങ്ങനെ പെടഞ്ഞ് വേദനിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വീർപ്പ് മുട്ടുന്ന അനുഭവം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവദൂതന്മാരെ പോലെ ദൈവം ചിലരെ അയക്കും. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും, സ്നേഹിതരായിരിക്കും, പ്രിയപ്പെട്ടവരിലൂടെ. ഒരുപക്ഷെ നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്നവരായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്നത്. അവരിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഗത്സമൻ അനുഭവങ്ങൾ ഉണ്ടായാലും മറ്റെങ്ങു നിന്നും നമുക്ക് ആശ്വാസം കിട്ടിയില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് മാത്രമേ അത് കിട്ടൂ എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ടാകണം. ആശ്വാസത്തിൻ്റെ മാലാഖയെ ദൈവം അയക്കും എന്നത് ഉറപ്പാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായിട്ട് യേശു കാണിച്ചു തരികയാണ്. നമ്മുടെ ഇഷ്ടം, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ കിട്ടണമെന്ന് നമ്മൾ ശഠിക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാന മനോഭാവം. നിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. ചിലപ്പോഴൊക്കെ ചില മാരക രോഗങ്ങൾ വരുമ്പോൾ നമ്മളാണെങ്കിലും പതറിപ്പോകും. ക്യാൻസറൊക്കെ പിടിപെടുന്ന ആളുകൾ ഭയമാണ്. അവിടെ വാസ്തവത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പിതാവേ, അവിടുത്തെ ഹിതമെങ്കിൽ സുഖപ്പെടുത്തണമേ, ഇല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, സ്വീകരിക്കാനുള്ള ശക്തി തരണം. ഈ ഒരു പ്രാർത്ഥന അപ്പോഴാണ് ദൂതൻ ശക്തിപ്പെടുത്തുന്ന അനുഭവം. യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ കണ്ടു, യേശുവിൻ്റെ മരണം മുഴുവനും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. യേശു ഈ ലോകത്ത് വന്നത് ഇവിടെ ജീവിക്കാനല്ല, മരിക്കാനാണ്, ജീവൻ കൊടുക്കാനാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശു പലതവണ പറയുന്നുണ്ട്, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, എനിക്കൊരു പാനപാത്രം, ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. ഇപ്പം വ്യക്തമായ ബോധ്യമുണ്ട് യേശുവിന്. പക്ഷേ മനുഷ്യ വ്യക്തി എന്ന നിലയിൽ പതറിപ്പോയെന്ന് മാത്രം. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യേശുവിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നതാനും ദൈവത്തിൻ്റെ പദ്ധതിയാണത്.
അപ്പോൾ യേശു ദൈവഹിതമായി തൻ്റെ സഹനത്തെ, കുരിശുമരണത്തെ കാണുകയാണ്. അതിന് സ്വയം വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ഈ ഗത്സമൻ തോട്ടത്തിൽ ആശ്വാസം തേടി 2 വട്ടം ശിഷ്യന്മാരുടെ അടുത്ത് യേശു പോയി. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ശിഷ്യന്മാർ അവസാന നിമിഷം ഓടിപ്പോവുകയാണ്. ഗത്സമനിലെ യേശു ഒറ്റപ്പെട്ടവരുടെ പ്രതീകമാണ്. അപ്പോൾ നമുക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, നീ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം പോലും ഉപേക്ഷിച്ചു എന്ന് തോന്നിയ ഒരു സന്ദർഭമുണ്ട്. കുരിശിൽ കിടന്നപ്പോൾ യേശു നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു, എന്നെ കൈവിട്ടു എന്ന ചങ്കുലയ്ക്കുന്ന നിലവിളി ഈ ഭൂമിയിൽ വേറെ മുഴങ്ങിയിട്ടില്ല. അവിടെ നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവൻ്റെ അവസാന കച്ചിത്തുരുമ്പാണ് ദൈവം എന്നതുപോലെ ആ ദൈവം കൂടി കൈവിട്ടാൽ പിന്നെ ആരെ പിടിക്കും? അതാണ് പ്രശ്നം. യേശു തന്നെ അതിന് ഉത്തരം തരുന്നുണ്ട്. യേശു എന്താ പറഞ്ഞ അവസാനം? പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ പിതാവ് അവിടെ തന്നെ ഉണ്ട്. അദൃശ്യനായിട്ട് നമുക്ക് തോന്നിയാലും പിതാവ് കുരിശിലുണ്ടായിരുന്നു. യേശുവിന് അതറിയാമായിരുന്നു. എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞെങ്കിലും ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക്, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ പിതാവിൻ്റെ അദൃശ്യ സാന്നിധ്യം യേശു തിരിച്ചറിഞ്ഞു. നമുക്കത് പലപ്പോഴും കാണാതെ പോവുകയാണ്. നമ്മൾ ദൈവപിതാവിൻ്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 5-ാം അധ്യായം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തും. നിൻ്റെ ഉത്കണ്ഠകളൊക്കെ കർത്താവിനെ ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 28 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി അവിടുന്ന് മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തെ, അവിടുന്ന് നൽകിയ ഉൾക്കാഴ്ചയെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണല്ലോ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മസംഘർഷം. കർത്താവേ, ഇതുപോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ രക്തം വിയർക്കുന്നില്ല, അതിനുള്ള തക്കതായ കഠിനമായ സഹനം ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ പോലും കർത്താവെ, ഞങ്ങൾക്കതിനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ താങ്ങാവുന്ന സഹനങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമ്പോൾ കർത്താവെ, തളർന്നു പോകാതെ വീഴാതെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇഷ്ടം സാധിക്കാതെ പിതാവെ, അവിടുത്തെ ഹിതമാണ്, അവിടുത്തെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും കുരിശോട് ചേർന്ന് നിൽക്കുവാനും ആ കുരിശിൽ ഞങ്ങളുടെ സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ കാവൽ മാലാഖമാർ, സകല വിശുദ്ധർ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധാത്മാക്കൾ, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധർ എന്നിവരോട് ചേർന്ന്, അവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
ജോർദാൻ ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ മനതാരിലാനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. എന്റെ മനതാരിലാനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. സ്നേഹത്തിൻ ജോർദാനു വേണ്ടി കേഴുന്ന വേഴാമ്പലാണു ഞാൻ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ ആത്മാവ് ദാഹിക്കുന്നു നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. എന്റെ ആത്മാവ് ദാഹിക്കുന്നു നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ഒരു നാളും ദാഹിച്ചിടാതെ ആത്മാവിൽ നീ വന്നു വാഴണേ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ഇന്ന് പല കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും സമാധാനം കുറഞ്ഞു വരികയാണ്. സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെ അല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് കർത്താവ് നൽകുന്ന ആന്തരികമായ സമാധാനം നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാം. സമാധാനമില്ലാത്തവർ മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കാൻ കഴിയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് മരിയൻ കൂടാരങ്ങളിൽ നിന്ന് ഉയരുന്ന എല്ലാ പ്രാർത്ഥനകളോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒരു ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി, ഒപ്പം ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി, ഗുഡ്നസ് ടിവിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ദൈവത്തോടുകൂടെ ആരംഭിച്ച് ദൈവം നൽകുന്ന സന്തോഷം അനുഭവിച്ച് ഈ ഒരു ദിവസം ഫലപ്രദമായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.